വളരെ കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനക്കലേക്ക് സ്വാഗതം. ചുറ്റും കാടുപിടിച്ച് ഇടിഞ്ഞുപൊളിയാറായ മനയുടെ ഉമ്മറത്ത് നിന്ന് കൊടുമൺ പോറ്റി ഇങ്ങനെ പറയുമ്പോൾ കേരളം ഒന്നടങ്കം കൈയടിക്കുകയാണ്. പോറ്റിയടക്കം അയാളുടെ നിഗൂഢത നിറഞ്ഞ പ്രവൃത്തികൾക്കും ആ മന നൽകുന്ന പിന്തുണ ചെറുതല്ല. മംഗലശ്ശേരി നീലകണ്ഠനും പൂവള്ളി ഇന്ദുചൂടനും അറക്കൽ മാധവനുണ്ണിയും ജന്മം നൽകിയ സാക്ഷാൽ വരിക്കാശ്ശേരി മനയാണ് ബ്രഹ്മയുഗത്തിലെ പോറ്റിയുടെ നിഗൂഢതകൾക്കും കുടപിടിക്കുന്നത് എന്നത് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നുണ്ട്. വരിക്കാശ്ശേരി മനയെ പോറ്റിയുടെ ഭ്രമിപ്പിക്കുന്ന മനയായി മാറ്റിയത് കലാസംവിധായകൻ ജ്യോതിഷ് ശങ്കറും സംഘവുമാണ്. സമൂഹമാധ്യമങ്ങളിൽ ഉടനീളം പോറ്റിയും അയാളുടെ മനയും ചർച്ചയാകുമ്പോൾ ബ്രഹ്മയുഗത്തിന്റെ വിശേഷങ്ങൾ റിപ്പോർട്ടറുമായി ജ്യോതിഷ് ശങ്കർ പങ്കുവെക്കുന്നു. രാഹുലുമായി കുറച്ചു നാളുകളായുള്ള പരിചയമാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാലം എന്ന സിനിമയുടെ കലാസംവിധാനത്തിന് എന്നെ വിളിച്ചിരുന്നു. എന്നാൽ അന്ന് മറ്റൊരു സിനിമയുടെ തിരക്കിലായിരുന്നു. അങ്ങനെ ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം എന്നോട് ബ്രഹ്മയുഗത്തിന്റെ കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു വലിയ സിനിമയാകുമെന്നും കലാസംവിധാനത്തിന് ഏറെ സാധ്യതകളുണ്ടാകുമെന്നും മനസ്സിലായി. അതിനാൽ ഉടൻ തന്നെ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചു. സിനിമയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ രാഹുൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ സിനിമയിൽ എന്ത് കാണുന്നുവോ അതുപോലെ തന്നെയാണ് രാഹുൽ എന്നോട് വിവരിച്ചത്. പിന്നീട് 6 മാസത്തോളം പ്രീ പ്രൊഡക്ഷനും 2 മാസത്തെ ഷൂട്ടിങ്ങും ചേർത്ത് 8 മാസത്തോളം ഈ സിനിമയുടെ പണിപ്പുരയിലായിരുന്നു ഞങ്ങൾ. സാധാരണ സിനിമകളിൽ പഴയ കാലഘട്ടം ഒരുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ബ്രഹ്മയുഗത്തിൽ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഈ സിനിമയ്ക്ക് ഒരു നിഗൂഢതയുണ്ട്. അതിനെ ആർട്ട് കൊണ്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതിലായിരുന്നു ഞങ്ങൾ ആലോചന. ഈ കഥയെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് എത്രത്തോളം മികച്ചതാക്കാം എന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പഴയ കാലഘട്ടം പുനരാവിഷ്കരിക്കുക എന്നതിനപ്പുറം പുതിയ കാഴ്ച ഒരുക്കുവാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. ആ കാഴ്ച ഒരുക്കുന്നതിനായി പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ആദ്യം പ്രകാശത്തെക്കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ആ കാലത്തെ പ്രകാശത്തിന്റെ പ്രധാന സ്രോതസ്? മണ്ണെണ്ണയും അതുപോലെ മറ്റു സാധനങ്ങളും ഇല്ലാത്ത കാലമാണല്ലോ. അതിനാൽ എണ്ണയും നെയ്യുമായിരുന്നു പ്രകാശത്തിന്റെ പ്രധാന സ്രോതസ്. കപ്പലണ്ടിയുടെ എണ്ണ, നെയ്യ് എന്നിവ ഉപയോഗിച്ചാണ് അന്നൊക്കെ വിളക്കുകൾ കത്തിക്കുന്നത്. അതുപോലെ ഭക്ഷണം, എന്തൊക്കെ ഭക്ഷണമാണ് ആളുകൾ കഴിക്കുന്നത്, അതുണ്ടാക്കാൻ എന്ത് തരം പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഞങ്ങൾ റിസർച്ച് ചെയ്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പഴയ കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. കഥക്കനുയോജ്യമായ മനക്കായി പലയിടങ്ങളിലും അന്വേഷണം നടത്തി. അതിനാൽ ഏറ്റവും അനുയോജ്യമായി തോന്നിയത് വരിക്കാശ്ശേരി മനയാണ്. വരിക്കാശ്ശേരി മനയെ സിനിമയുടെ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സിനിമയിൽ മനക്ക് ചുറ്റും കാണുന്ന പുല്ലുകളെല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. ഭാരതപ്പുഴയിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന യഥാർത്ഥ പുല്ലുകളാണ്. അവ ഗ്രോ ബാഗിൽ കൊണ്ടുപോയി വെച്ചതാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ വരിക്കാശ്ശേരി മന കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് ഏറെ പരിചിതമായ വരിക്കാശ്ശേരി മനയിലാണ് ഈ കഥ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യരും അത് വിശ്വസിക്കരുത് എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ചലഞ്ച്. ഇങ്ങനെ ഒരു മനയുണ്ടായിരുന്നു എന്നും വേരുകൾ ഇറങ്ങി ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന മനയാണെന്നും അതിൻ്റെ നിലവറ പൊളിഞ്ഞു വീഴണമെന്നും കഥയിലുണ്ടായിരുന്നത് കൊണ്ട് മനയുടെ നടുത്തളം തന്നെ പൊളിഞ്ഞ രീതിയിലാണ് സെറ്റ് ചെയ്തത്. ചോർന്നൊലിക്കുന്ന മനയാണത്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങ പോലും കിളിർത്തി കിടക്കുകയാണ്. അപ്പോൾ വരിക്കാശ്ശേരി മന ആർക്കും മനസ്സിലാകരുത് എന്നതായിരുന്നു പ്രധാന ടാസ്ക്. ഒരു വൃത്തിയുള്ള മന വേണമെങ്കിൽ കാണിക്കാം, പക്ഷെ അത് കഥയുമായി യോജിക്കില്ലല്ലോ. ഇങ്ങനെ കാടുപിടിച്ചു കിടക്കുന്ന മനയിൽ 2 പേർ ജീവിക്കുന്നു എന്നതിലാണ് പ്രേക്ഷകർക്ക് കൗതുകം ആരംഭിക്കുന്നത്. അതുപോലെ സിനിമയിൽ കാണിക്കുന്ന ചിലന്തി വലകൾ, ചിതൽ പുറ്റുകൾ എല്ലാം നിർമ്മിച്ചതാണ്. ആ മന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ടായിരിക്കാം ഈ സിനിമയുടെ കലാസംവിധാനം ശ്രദ്ധിക്കപ്പെട്ടതും. മമ്മൂക്ക ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തത് വരച്ചുണ്ടാക്കിയതാണ്.
അത് അദ്ദേഹം ഉപയോഗിക്കുന്ന വടിയായാലും കളിക്കുന്ന പകിടയായാലും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളായാലും സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം നോക്കുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. അതിനാൽ ആ വസ്തുക്കളിൽ മോട്ടോർ വെക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നോക്കുമ്പോൾ സ്വിച്ച് ഓൺ ആക്കുകയും വസ്തുക്കൾ വൈബ്രേറ്റ് ആവുകയും ചെയ്യും. ഒരു കുഴിഞ്ഞിരിക്കുന്ന കല്ലിലാണ് ആ കെടാവിളക്ക് നിർമ്മിച്ചത്. ആ കാലഘട്ടത്തിൽ കുഴിവുള്ള കല്ലുകളാണ് വിളക്കുകൾക്കും പാത്രങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കുഴിഞ്ഞ കല്ലിലാണ് കെടാവിളക്ക് സെറ്റ് ചെയ്തത്. സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ സിദ്ധാർത്ഥ് ഭരതൻ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ ആ മുറി കറങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. എടശ്ശേരി ഫ്ലോറിലാണ് അത് സെറ്റ് ചെയ്തത്. ഒരു കോറിഡോർ ഉണ്ടാക്കിയ ശേഷം ഒരാൾ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ സമയം സിദ്ധാർത്ഥ് അതിനകത്തുണ്ട്. കറക്കുന്നതിൻ്റെ ടോൺ അനുസരിച്ച് അദ്ദേഹം ചലിക്കും. സിദ്ധാർത്ഥ് കാലുവെക്കുന്നത് നിലത്ത് തന്നെയാണ്. നിലത്ത് നടക്കുന്നത് പോലെ തന്നെയാണ് ആർട്ടിസ്റ്റിന് അനുഭവപ്പെടുക. പക്ഷേ പ്രേക്ഷകരുടെ കാഴ്ചയിൽ കറങ്ങുന്നതായി തോന്നും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.